ലോട്ടറിയെ പറ്റിയും ലോട്ടറിയുടെ സമ്മാനത്തുകയെ പറ്റിയുമൊക്കെ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ അമേരിക്കയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം, അതായത് ഒരു ലോട്ടറിയുടെ പിന്നിലെ പഴുത് കണ്ടെത്തി തുടർച്ചയായി വിജയികളായ ഒരു കുടുംബത്തിന്റെ കഥ. 2022 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ മൂവിയാണ് ജെറി ആൻഡ് മാർജ് ഗോ ലാർജ്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ ഈ മൂവിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. 62 വയസ്സായ ഒരു വൃദ്ധനായിരുന്നു ജെറി. എവേർട്ട് എന്ന സ്ഥലത്ത് തൻ്റെ ഭാര്യയായ മെർജിനൊപ്പം ജീവിച്ചു വരികയായിരുന്നു അയാൾ. 42 വർഷമായി ജെറി ഒരു കോൺഫ്ലെക്സ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. വളരെ ബുദ്ധിമാനായ ഒരു മാത്തമാറ്റീഷ്യൻ കൂടിയായിരുന്നു ജെറി. ബുദ്ധിമുട്ടുള്ള കണക്കുകളെല്ലാം സോൾവ് ആക്കുന്നതിൽ അയാൾക്ക് വളരെയധികം താല്പര്യമായിരുന്നു. 42 വർഷത്തെ ഫാക്ടറി ജോലിക്ക് ശേഷം ജെറി റിട്ടയർ ആകുന്നു. റിട്ടയർമെന്റ് പാർട്ടിയിൽ ജെറിയുടെ മകനും മകളും ചേർന്ന് ജെറിക്ക് ഒരു ഫിഷിംഗ് ബോട്ട് സമ്മാനമായി നൽകുന്നു. എന്നാൽ ജോലി ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ജെറിക്ക് റിട്ടയർമെന്റ് ജീവിതം മടുക്കാനായി തുടങ്ങുന്നു. എന്നാൽ പതിയെ ഈ ജീവിതം ഇഷ്ടമാകാൻ തുടങ്ങുമെന്ന് മെർജ് ജെറിയോട് പറയുന്നു. ഒരു ദിവസം ജെറി തൻ്റെ അക്കൗണ്ടന്റായ സ്റ്റീവിനെ കാണാനായി പോകുന്നു. ജെറിയുടെ ബാങ്കിലുള്ള റിട്ടയർമെന്റിന് ലഭിച്ച പണത്തിന് വെറും 2% പലിശയെ ലഭിക്കൂ എന്ന് സ്റ്റീവ് ജെറിയോട് പറയുന്നു. അതിനാൽ ജെറിയോട് പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായി സ്റ്റീവ് നിർദ്ദേശിക്കുന്നു. എന്നാൽ മനസ്സിൽ കണക്ക് കൂട്ടിയ ജെറി തൻ്റെ പണം ഇരട്ടിയാകണമെങ്കിൽ 8 വർഷത്തോളം എടുക്കുമെന്നും അതിന് വലിയ കാലയളവായതുകൊണ്ട് തന്നെ താൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറയുന്നു. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗാംബ്ലിംഗ് ആണെന്നും അതിനാൽ തന്നെ തന്റെ പണം നഷ്ടപ്പെടുത്താൻ തനിക്ക് താല്പര്യമില്ല എന്നും ജെറി പറയുന്നു. അങ്ങനെ ജെറി തന്റെ റിട്ടയർമെന്റ് ജീവിതം ആരംഭിക്കുന്നു. ജെറി ഒരു ചെറിയ ടൗണിൽ ജീവിക്കുന്നത് കൊണ്ടും വലിയ ബിസിനസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ജെറി തനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബോട്ടുമായി ഫിഷിങ്ങിന് പോകുന്നു. എന്നാൽ ഫിഷിംഗ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ബോട്ടിന്റെ മോട്ടോർ തകരാറിലാകുന്നു. ജീവിതത്തിലുണ്ടായ എല്ലാ ദേഷ്യവും ജെറി ബോട്ടിന്മേൽ തീർക്കുന്നു. സമാധാനത്തിനായി ജെറി ഒരു കടയിൽ കാപ്പി കുടിക്കാനായി കയറുന്നു. ആ കടയിൽ ധാരാളമായും ലോട്ടറി വിൽക്കുന്നുണ്ടായിരുന്നു. ജെറി പതിവായി ആ കടയിൽ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ടെങ്കിലും ലോട്ടറിയെ പറ്റി ശ്രദ്ധിക്കില്ലായിരുന്നു. എന്നാൽ അന്ന് കടക്കാരൻ വിൻഫാൾ ലോട്ടറിയിലെ ഒരു റോൾ ഡൗൺ ഇവന്റിനെ പറ്റി ഒരു കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജെറി കേൾക്കുന്നു. വിൻഫാൾ ടിക്കറ്റിന്റെ ജാക്ക്പോട്ട് സമ്മാനം $2 മില്യൺ ആണ്. റോൾ ഡൗൺ ഇവന്റ് നടക്കുന്നത് 2 കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ്. അതായത് ലോട്ടറി എടുത്ത ആർക്കും സമ്മാന തുകയായ $2 മില്യൺ ലഭിക്കാതിരിക്കുകയും അതേസമയം 2 മില്യൺ വില വരുന്ന വിൻഫോൾ ടിക്കറ്റുകൾ വിറ്റുപോയാലുമാണ് റോൾ ഡൗൺ ഇവന്റ് ഉണ്ടാകുന്നത്. 6 അക്കങ്ങളാണ് ഒരു വിൻഫോൾ ടിക്കറ്റിലുള്ളത്. 6 അക്കങ്ങൾ ശരിയായ ക്രമത്തിൽ വന്നാലേ ജാക്ക്പോട്ട് ലഭിക്കൂ. എന്നാൽ റോൾ ഡൗണിൽ $2 മില്യൺ ശരിയായിട്ടുള്ള 5 അക്കങ്ങളോ 4 അക്കങ്ങളോ ഉള്ള വിൻഫോൾ ലോട്ടറിക്ക് വീതിച്ചു കൊടുക്കുന്നു. റോൾ ഡൗണിനെ പറ്റി കടക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് ജെറി ശ്രദ്ധയോടെ കേൾക്കുന്നു. ഇത് കേട്ടതും ജെറിയുടെ ഉള്ളിലെ മാത്തമാറ്റീഷ്യൻ വിൻഫോൾ റോൾ ഡൗണിന്റെ നിയമങ്ങൾ പഠിക്കാനായി ആരംഭിക്കുന്നു. നിയമങ്ങൾ പഠിച്ച ശേഷം ജെറി അടുത്തുണ്ടായ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു വലിയ കണക്ക് സോൾവ് ചെയ്യാനായി തുടങ്ങുന്നു. കണക്ക് കൂട്ടലിന്റെ അവസാനം വിൻഫോൾ ടിക്കറ്റ് ഒരു പ്രത്യേക രീതിയിൽ എടുക്കുകയാണെങ്കിൽ വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ജെറി കണ്ടുപിടിക്കുന്നു. ആ കണക്കുമായി ജെറി ഉടൻ തന്നെ സ്റ്റീവിനെ കാണാനായി പോകുന്നു. സ്റ്റീവിനെ കണ്ടതും തന്റെ റിട്ടയർമെന്റ് തുക ലോട്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ജെറി പറയുന്നു. എന്നാൽ ഇത് കേട്ടതും സ്റ്റീവ് വളരെയധികം അത്ഭുതപ്പെടുന്നു. ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞ് ജെറിയാണോ തന്റെ സമ്പാദ്യം വെച്ച് ലോട്ടറി എടുക്കാനായി പോകുന്നതെന്ന് സ്റ്റീവ് ചോദിക്കുന്നു. എന്നാൽ വിൻഫാൾ ലോട്ടറിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു പഴുത് താൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുപയോഗിച്ച് റിസ്ക് ഇല്ലാതെ ധാരാളം പണം സമ്പാദിക്കാമെന്നും ജെറി പറയുന്നു. എന്നാൽ ഇപ്പോഴും സ്റ്റീവിനൊന്നും മനസ്സിലാകുന്നില്ല. അതിനാൽ തന്നെ ജെറി താൻ ചെയ്ത കണക്കുകൂട്ടൽ സ്റ്റീവിന് വിവരിച്ചു കൊടുക്കുന്നു. വിൻഫോൾ ലോട്ടറി $2000 വാങ്ങുകയാണെങ്കിൽ 5 അക്കമോ 4 അക്കമോ ഒരുപോലെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും താൻ കണ്ടുപിടിച്ച കണക്ക് വെച്ച് $2000 ഉപയോഗിച്ച് ലോട്ടറി വാങ്ങിയാൽ $18,000 നമുക്ക് ലാഭമായി കിട്ടുമെന്നും ജെറി പറയുന്നു. എന്നാൽ താൻ കണ്ടുപിടിച്ച കണക്ക് നന്നായി വിവരിച്ചു കൊടുത്തിട്ടും സ്റ്റീവിനൊന്നും മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ശരിയാകുമെന്നും ഇത് പോസിബിൾ ആയാൽ ഇതിനെ എങ്ങനെ ലോട്ടറി എന്ന് വിളിക്കാൻ സാധിക്കുമെന്നും സ്റ്റീവ് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും സ്റ്റീവ് എങ്ങനെയാണ് ഒരു അക്കൗണ്ടന്റ് ആയതെന്ന് ചോദിച്ച് ജെറി അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ജെറി നേരെ പോയത് ബാങ്കിലേക്കായിരുന്നു. ബാങ്കിൽ നിന്ന് $2000 ജെറി പിൻവലിക്കുന്നു. വളരെയധികം എക്സൈറ്റഡ് ആയ ജെറി 2 ദിവസത്തിനുള്ളിൽ താൻ ഇതിന്റെ ഇരട്ടി തുക ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് ക്യാഷറിനോട് വീമ്പടിക്കുന്നുമുണ്ട്. പിറ്റേന്ന് ജെറി എന്നത്തേലും നേരത്തെ എണീക്കുന്നു. വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു ടൗണിലേക്കാണ് ജെറി ലോട്ടറി വാങ്ങാനായി പോകുന്നത്. താൻ ലോട്ടറി വാങ്ങുന്നത് ആരെയും അറിയിക്കാതിരിക്കാനായിരുന്നു ജെറി ഇങ്ങനെ ചെയ്തത്. ജെറിയുടെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ജെറിയെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. അവരറിഞ്ഞാൽ തന്നെ മോശമായി കാണുമെന്ന് കരുതിയാണ് ജെറി അകലെയുള്ള ഒരു കടയിലേക്ക് ലോട്ടറി വാങ്ങാനായി പോകുന്നത്. കടയിലെത്തിയ ജെറി തൻ്റെ കയ്യിലുള്ള $2000 കടക്കാരിയെ കാട്ടി തനിക്ക് 2000 വിൻഫോൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ വളരെയധികം ആശ്ചര്യത്തോടെ കടക്കാരി ജെറിയെ നോക്കുന്നു.
ശേഷം ആ പണം വാങ്ങി 2000 ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനായി അവർ ആരംഭിക്കുന്നു. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ജെറി ലോട്ടറി നറുക്കെടുപ്പ് TV-യിൽ വയ്ക്കുന്നു. ഒരു ചെറിയ ഡയറിയിൽ നറുക്ക് വീണ ലോട്ടറി നമ്പർ ജെറി കുറിച്ചെടുക്കുന്നു. 2000 ലോട്ടറിയിൽ ഏതെങ്കിലും ലോട്ടറിക്ക് സമ്മാനം അടിച്ചോ എന്നാണ് ഇനി ജെറിക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ അപ്പോഴേക്കും പുറത്തുനിന്ന് മാർജ് വീട്ടിലേക്ക് മടങ്ങി വരുന്നു. വീട്ടിൽ നിന്ന് ജെറി ഒരു കടയിലേക്ക് പോയി ലോട്ടറി പരിശോധിക്കാനായി ആരംഭിക്കുന്നു. എന്നാൽ ലോട്ടറിയിലൂടെ ലഭിച്ച പണം കൂട്ടി നോക്കിയപ്പോൾ ജെറിക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം ജെറിയെ വല്ലാതെ അലട്ടാനായി ആരംഭിക്കുന്നു. തന്റെ കണക്കുകൂട്ടൽ എങ്ങനെയാണ് പിഴച്ചതെന്ന് ജെറിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് വൈകുന്നേരം കുറച്ച് ഫ്രണ്ട്സ് ജെറിയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ അപ്പോഴും ജെറി തന്റെ കണക്കുകൂട്ടൽ പിഴച്ചതിൽ വിഷമിച്ചിരിക്കുന്നു. അസ്വസ്ഥനായിരിക്കുന്ന ജെറിയെ മാർജ് ശ്രദ്ധിക്കുന്നു. ഫ്രണ്ട്സ് പോയതിനു ശേഷം തനിക്ക് എന്താണ് പറ്റിയതെന്ന് മാർജ് ചോദിക്കുന്നു. എന്നാൽ അപ്പോഴും തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ മാർജിനോട് ജെറി കള്ളം പറയുന്നു. റിട്ടയർമെന്റ് ജീവിതം തനിക്ക് മടുക്കുന്നുവെന്നും അതിനാലാണ് തനിക്ക് ഇത്രയും വിഷമമെന്നും ജെറി പറയുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജീവിതം അക്സെപ്റ്റ് ചെയ്യണമെന്നും എല്ലായ്പ്പോഴും നല്ല കാലമാകണമെന്നില്ലെന്നും ഭാവിയിൽ ഉറപ്പായും നല്ല കാലം വരുമെന്നും മാർജ് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ജെറിക്ക് മറ്റൊരു ബുദ്ധി തോന്നുന്നു. പിറ്റേന്ന് ജെറി ഒരു കോയിനുമായി ബാങ്കിലെ ക്യാഷറിന്റെ അടുത്തേക്ക് പോകുന്നു. ജെറിയുടെ കയ്യിലുണ്ടായിരുന്ന കോയിൻ ടോസ് ചെയ്ത് ക്യാഷറിനെ കാണിക്കുന്നു. തുടർച്ചയായി നമ്മൾ 6000 തവണ ഇങ്ങനെ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനോ ടെയിൽ വീഴാനോ 60% സാധ്യതയുണ്ടെന്നും എന്നാൽ നമ്മൾ 5000 തവണ മാത്രമാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡോ ടെയിലോ വീഴാൻ 50% മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ജെറി പറയുന്നു. അതായത് കണക്കുകൂട്ടൽ ചെയ്യുമ്പോൾ ലക്ക് എന്ന ഘടകത്തെ മാറ്റി നിർത്തി ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂട്ടണമെങ്കിൽ ജെറി എടുക്കുന്ന ലോട്ടറിയുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കണം. ജെറി സംസാരിക്കുന്നത് എന്താണെന്ന് ക്യാഷർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അന്ന് ജെറി അക്കൗണ്ടിൽ നിന്നും $8000 പിൻവലിക്കുന്നു. $8000 കൊണ്ട് അയാൾ അടുത്ത മാസം നടക്കുന്ന ഡ്രോഡൌണിലെ 8000 വിൻഫോൾ ടിക്കറ്റ് വാങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം റോൾ ഡൗണിൽ വിജയിച്ച ലോട്ടറി നമ്പർ അനൗൺസ് ചെയ്യുന്നു. ജെറി സ്ഥിരമായി പോകുന്ന കടയിലിരുന്ന് ടിക്കറ്റുകൾ പരിശോധിക്കാനായി ആരംഭിക്കുന്നു. ഇത്തവണ 8000 ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അത് പരിശോധിക്കാനായി വളരെയധികം സമയം ജെറി എടുക്കുന്നു. ലോട്ടറി പരിശോധിച്ച ജെറി വളരെയധികം അത്ഭുതപ്പെടുന്നു. $8000 ലോട്ടറി എടുത്ത ജെറി $15000 ലാഭമായി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ തുക അയാൾ കണക്ക് കൂട്ടിയതിലും അധികമായിരുന്നു. തിരികെ വീട്ടിലെത്തിയ ജെറി തനിക്ക് ലഭിച്ച പണം സ്റ്റോർ റൂമിലെ ഒരു പോപ്കോൺ ബോക്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. താൻ ലോട്ടറിയിലൂടെ പണം ഉണ്ടാക്കിയത് മാർജ് അറിഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാണ് ജെറി ഇങ്ങനെ ചെയ്തത്. അന്ന് വൈകുന്നേരം യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറിയുടെ അടുത്തേക്ക് മാർജ് എത്തുന്നു. സ്റ്റോർ റൂമിലുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി തന്നോട് പറയാനുണ്ടോ എന്ന് മാർജ് ചോദിക്കുന്നു. താൻ സമ്പാദിച്ച പണം മാർജ് കണ്ടെത്തിയെന്ന് കരുതി ജെറി സത്യം തുറന്നു പറയുന്നു. വിൻഫോൾ ലോട്ടറിയിൽ താനൊരു പഴുത് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുപയോഗിച്ചാണ് താൻ $15000 സമ്പാദിച്ചതെന്നും ജെറി പറയുന്നു. താൻ ഇനി ഒരിക്കലും ലോട്ടറി എടുക്കില്ല എന്നും ജെറി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് കേട്ടതും മാർജ് വളരെയധികം ആശ്ചര്യപ്പെടുന്നു. റിട്ടയർമെന്റിന് ശേഷം വളരെയധികം പണമുണ്ടാക്കുക എന്നത് തൻ്റെ സ്വപ്നമായിരുന്നുവെന്നും നമ്മുടെ നല്ല കാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കി അവരെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചില്ല എന്നും അതിനാൽ തന്നെ ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് മാർജ് പറയുന്നു. തന്നോട് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി നേരത്തെ പറയാഞ്ഞതെന്നും മാർജ് ചോദിക്കുന്നു. ഇത് കേട്ടതും ജെറിയുടെ സന്തോഷം വർദ്ധിക്കുന്നു. അടുത്ത ദിവസം ജെറിയും മാർജും ടൗണിലെ കടയിൽ ലോട്ടറി വാങ്ങാനായി പോകുന്നു. എന്നാൽ അന്ന് അവിടെ വിൻഫോൾ ടിക്കറ്റിന്റെ മെഷീന്റെ സ്ഥാനത്ത് മറ്റൊരു മെഷീൻ വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. കടയുടമയോട് വിൻഫോളിന്റെ മെഷീൻ എവിടെയെന്ന് ജെറി ചോദിക്കുന്നു. വിൻഫോൾ ടിക്കറ്റിന്റെ കമ്പനി ഈ നാട്ടിൽ ലോട്ടറി വിൽക്കുന്നത് അവസാനിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ലോട്ടറി വേണമെങ്കിൽ 10 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള നാട്ടിൽ പോയി വാങ്ങണമെന്നും കടയുടമ പറയുന്നു. ഇത് കേട്ടതും ഇരുവരും ഷോക്കാകുന്നു. എന്നാൽ മാർജിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അടുത്തുള്ള നാട്ടിലേക്ക് ലോട്ടറി വാങ്ങാൻ പോകാൻ അവർ തീരുമാനിക്കുന്നു. മാർജ് തങ്ങൾക്ക് ലഭിച്ച $15000 ലാഭത്തെപ്പറ്റി സ്റ്റീവിനോട് പങ്കുവെച്ചതും താനും $1000 നൽകി ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സ്റ്റീവ് പറയുന്നു. അടുത്ത ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ ലോട്ടറി വാങ്ങാനായി ഇരുവരും യാത്ര ആരംഭിക്കുന്നു. അവർ 10 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള നാട്ടിലെ ഒരു കടയിലേക്ക് എത്തുന്നു. ജെറി തന്റെ കയ്യിലുള്ള പണം കടക്കാരന് നൽകി താങ്കൾക്ക് $15000 വില വരുന്ന വിൻഫോൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് കേട്ടതും വളരെ ആശ്ചര്യത്തോടെ കടക്കാരൻ അവരെ നോക്കുന്നു. ഇത്രയധികം ടിക്കറ്റ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 8 മണിക്കൂറോളം എടുക്കുമെന്നും തനിക്ക് അത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റില്ല എന്നും കടക്കാരൻ പറയുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കടക്കാരൻ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും അവർ അതിന് സമ്മതിക്കുന്നു. 8 മണിക്കൂറോളം സമയമെടുത്ത് അവർ ആ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നു. തുടർന്ന് ഒരു ഹോട്ടൽ റൂമിൽ മുറിയെടുത്ത് TV-യിൽ ഏത് ലോട്ടറിക്കാണ് സമ്മാനത്തുക അടിച്ചതെന്നും അവർ കാണുന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന ടിക്കറ്റുകൾ ഓരോന്നോരോന്നായി പരിശോധിക്കാൻ അവർ ആരംഭിക്കുന്നു. എല്ലാ ടിക്കറ്റ്സും പരിശോധിച്ച ശേഷം അവർ തങ്ങൾക്ക് ലഭിച്ച പണം എത്രയാണെന്ന് കൂട്ടി നോക്കുന്നു. ഒടുവിൽ കണക്കുകൂട്ടലിന് ശേഷം നമ്മൾ $16000 വിലയുള്ള ടിക്കറ്റുകൾ കൊണ്ട് ഏകദേശം $21000 ലാഭം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് ജെറി പറയുന്നു.
പിറ്റേന്ന് ലോട്ടറിയിലൂടെ ലഭിച്ച പണവുമായി എത്തിയ ജെറി, നമ്മൾ ഇത്രയധികം വിജയിക്കുന്നത് ലോട്ടറിയുടെ അധികൃതർ കണ്ടെത്തിയാൽ നമുക്ക് സമ്മാനത്തുക നൽകാതെ ഇരിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നമ്മൾ നിയമത്തിനെതിരായി ഒന്നും ചെയ്യുന്നില്ല എന്നും അതിനാൽ തന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും മാർജ് പറയുന്നു. നമ്മൾ ലോട്ടറിയിലെ പഴുത് കണ്ടെത്തിയ പോലെ മറ്റാരെങ്കിലും ഇത് കണ്ടെത്തിയിട്ടുണ്ടോ എന്നും മാർജ് കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും ജെറി ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ഈ കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് ടൈലർ. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അയാൾ. ജെറിയെപ്പോലെ ടൈലറും ലോട്ടറിയെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ടൈലറും വളരെയധികം ബുദ്ധിമാനായതുകൊണ്ട് തന്നെ ലോട്ടറിയിലെ ലൂപ്പ് ഹോൾ അയാളും കണ്ടുപിടിക്കുന്നു. ടൈലർ തന്റെ യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട്സിനെ വിളിച്ചുകൂട്ടി താൻ കണ്ടുപിടിച്ച ലൂപ്പ് ഹോൾ വിവരിക്കുന്നു. ഈ പഴുതിലൂടെ നമുക്ക് ജോലി ചെയ്യുന്നതിലും ധാരാളം പണം ഉണ്ടാക്കാമെന്ന് ടൈലർ പറയുന്നു. എന്നാൽ ഈ പഴുത് നന്നായി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ധാരാളം വിൻഫോൾ ടിക്കറ്റ് വാങ്ങണമെന്ന് ടൈലർ പറയുന്നു. അതിനായി മാതാപിതാക്കളുടെ പക്കൽ നിന്നും കിട്ടാവുന്ന അത്രയും പണം വാങ്ങി ലോട്ടറി വാങ്ങണമെന്നും ടൈലർ കൂട്ടിച്ചേർത്തു. ഈ സമയം ജെറിയും മാർജും തിരികെ നാട്ടിലേക്ക് വരുന്നു. വഴിയരികിൽ വണ്ടി നിർത്താനായി മാർജ് ആവശ്യപ്പെടുന്നു. എന്നാൽ എന്തിനാണ് മാർജ് വണ്ടി നിർത്താൻ പറഞ്ഞതെന്ന് ജെറിക്ക് മനസ്സിലാകുന്നില്ല. വണ്ടിയിൽ നിന്നിറങ്ങി മാർജ് അവരുടെ പഴയ കാലത്തെപ്പറ്റി സംസാരിക്കാൻ ആരംഭിക്കുന്നു. ജെറി ഈ നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാരെ തന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും സഹായിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ സമയം ജെറിയുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ പണമില്ലേ എന്നും അതുപോലെ ലോട്ടറി വാങ്ങുന്ന എണ്ണത്തിനനുസരിച്ച് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നാട്ടുകാരെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചുകൂടാ എന്നും അതിലൂടെ അവർക്കും നല്ല വരുമാനം ലഭിക്കുകയും ഇങ്ങനെ ജെറിക്ക് അവരെ സഹായിക്കാനും കഴിയുമെന്നും മാർജ് പറയുന്നു. ഇത് കേട്ടതും ജെറിക്ക് ഇത് നല്ലൊരു ആശയമായി തോന്നി. പിറ്റേന്ന് സ്റ്റീവിന്റെ സഹായത്തോടെ ജെറിയും മാർജും ചേർന്ന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ആരൊക്കെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അവർക്കെല്ലാം ലോട്ടറിയുടെ ലാഭത്തുകയിൽ നിന്ന് ഒരു നിശ്ചിത വീതം ലഭിക്കുമെന്ന് ജെറി നാട്ടുകാരോട് പറയുന്നു. സത്യസന്ധനായ ജെറിയെ നാട്ടുകാരെല്ലാവരും വിശ്വസിക്കുന്നു. തന്റെ മകളുടെ കയ്യിൽ നിന്നും ജെറി ലോട്ടറിക്കായി പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത റോൾ ഡൗൺ കാലം എത്തുന്നു. ജെറിയും മാർജും വീണ്ടും 10 മണിക്കൂർ യാത്ര ചെയ്ത് ലോട്ടറി എടുക്കാനായി പോകുന്നു. ഇത്തവണ തങ്ങൾ $40,000 ലോട്ടറി വാങ്ങുന്നതെന്ന് ജെറി കടയുടമയോട് പറയുന്നു. എന്നാൽ ഇത്രയും ലോട്ടറി പ്രിന്റ് ചെയ്യണമെങ്കിൽ രാവിലെയും രാത്രിയും നിന്ന് പ്രിന്റ് ചെയ്യണമെന്ന് കടയുടമ പറയുന്നു. തനിക്കതിന് സാധിക്കില്ല എന്നും കടയുടമ കൂട്ടിച്ചേർത്തു. ജെറി ഉടൻ തന്നെ തങ്ങളുടെ കമ്പനിയെപ്പറ്റി കടക്കാരന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടതും അയാളും ജെറിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അന്ന് മുഴുവൻ ജെറിയും മാർജും ചേർന്ന് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നു. പിറ്റേന്ന് കടക്കാരൻ ജെറിയുടെ റൂമിലേക്ക് വന്ന് നമ്മളെടുത്ത ലോട്ടറിക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത്തവണ അവരെടുത്ത ലോട്ടറിയുടെ ഇരട്ടി തുക അവർക്ക് ലഭിച്ചിരുന്നു. ഈ രീതിയിൽ ജെറിയും മാർജും കുറച്ചു മാസം പണമുണ്ടാക്കുന്നു. ഇരുവരും പണമുണ്ടാക്കുന്നത് കൃത്യമായി നാട്ടുകാരെ അറിയിക്കുന്നുമുണ്ടായിരുന്നു. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ എടുക്കുന്ന ലോട്ടറി മുഴുവൻ ഒരു സ്റ്റോർ റൂമിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട്. ഒരു ദിവസം പതിവില്ലാതെ ജെറിയുടെ മകൻ വീട്ടിലേക്ക് എത്തുന്നു. ബിസിനസിനെ പറ്റിയെല്ലാം നാട്ടുകാരുടെ അടുത്ത് നിന്നും അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത്. നാട്ടുകാർക്ക് അവർ നിക്ഷേപിച്ച പണമെല്ലാം തിരികെ ലഭിച്ചെന്നും അയാൾ അറിഞ്ഞിരുന്നു. ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ജെറിയുടെ മകന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛനോട് തനിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എങ്ങനെ പറയുമെന്ന് അയാൾ ചിന്തിക്കുന്നു. എന്നാൽ മകനെ കണ്ടതും വിജയിക്കുന്ന ലോട്ടറിയിൽ നിനക്കും പങ്കുണ്ടെന്നും നിന്റെ പേരിൽ ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ജെറി പറയുന്നു. ഇത് കേട്ടതും അയാൾക്ക് വളരെയധികം സന്തോഷമാകുന്നു. പിറ്റേന്ന് വൈകുന്നേരം ഷെയർ ഹോൾഡർ മീറ്റിംഗിൽ നമ്മൾ ഇത്തവണ 3 ലക്ഷം ടിക്കറ്റ് എടുക്കാൻ പോകുന്നുവെന്ന് ജെറി പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ഇരട്ടി തുകയിൽ ടിക്കറ്റ്സ് എടുക്കുന്നതെന്ന് സ്റ്റീവ് ജെറിയോട് ചോദിക്കുന്നു. കയ്യിലുള്ള പണം കുറച്ചായി ഉപയോഗിച്ച് കുറച്ചു മാത്രം ടിക്കറ്റുകൾ എടുത്താൽ പോരെയെന്നും സ്റ്റീവ് കൂട്ടിച്ചേർത്തു. ഉറപ്പായും ഒരിക്കൽ ഇങ്ങനെ ഒരു പഴുതുണ്ടെന്ന് ലോട്ടറി കമ്പനി കണ്ടെത്തുമെന്ന് മാർജ് പറയുന്നു. അങ്ങനെയുണ്ടായാൽ അവർ ഈ പഴുതു മാറ്റി പുതിയ നിയമം കൊണ്ടുവരുമെന്നും മാർജ് കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പണമുള്ള സമയത്ത് മാക്സിമം പണം ഈ പഴുതുപയോഗിച്ചുണ്ടാക്കണമെന്നും മാർജ് പറയുന്നുണ്ട്. കൂടുതൽ പണം ഉണ്ടാക്കാനായി അവർ പ്രിന്റ് ചെയ്യുന്ന കടയിൽ ഒരു മെഷീനും കൂടെ സ്ഥാപിക്കാൻ കടയുടമയായ ബില്ലിയും ജെറിയും തീരുമാനിക്കുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ 2 മെഷീൻ സ്ഥാപിക്കാൻ കമ്പനി അധികൃതർ സമ്മതിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ബില്ല് തന്റെ സുഹൃത്തിനെയും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അയാളുടെ കടയിലും മെഷീൻ വെക്കുന്നു. ഇതുകൊണ്ട് തന്നെ ജെറിക്കും മാർജിനും ഒരുമിച്ച് ഒരേ സമയം 2 മെഷീനുകൾ കൊണ്ട് ടിക്കറ്റ്സ് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു ന്യൂസ് എഡിറ്റർ തന്റെ റിപ്പോർട്ടറിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ഈ ദൗത്യം ഏറ്റെടുത്ത റിപ്പോർട്ടർ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വിവരം ശേഖരിച്ച് എഡിറ്റർക്ക് കൈമാറുന്നു. അതായത് മിഷിഗൻ എന്ന സ്ഥലത്ത് ഫാക്ടറി ജോലിക്കാരനായിരുന്ന ജെറി എന്നൊരാളുണ്ടെന്നും അയാൾ മിഷിഗനിൽ നിന്ന് എല്ലാ മാസവും 10 മണിക്കൂർ സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തെത്തി ലോട്ടറി എടുക്കാറുണ്ടെന്നും തുടർച്ചയായി അയാൾക്ക് തന്നെ കുറേയധികം സമ്മാനം അടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടർ എഡിറ്ററിനോട് പറയുന്നു. ഇത് കേട്ടതും ഇതിനെപ്പറ്റി നന്നായി അന്വേഷിക്കാൻ എഡിറ്റർ റിപ്പോർട്ടറിനോട് പറയുന്നു. ഇതേ സമയം ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ ടൈലറും കൂട്ടുകാരും ചേർന്ന് $50,000 ലോട്ടറി പ്രൈസ് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിക്കുന്നു. ഇനിയും പണം ഉണ്ടാക്കണമെങ്കിൽ ധാരാളം പണം ഉപയോഗിച്ച് ലോട്ടറി വാങ്ങണമെന്ന് ടൈലർ എല്ലാവരോടും പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ടൈലറിന്റെ ഫ്രണ്ട് നമ്മളെപ്പോലെ മറ്റൊരു കൂട്ടരും ഈ ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അവർ ചുരുങ്ങിയ കാലയളവിൽ നമ്മളെക്കാളിലും പണം ഉണ്ടാക്കിയെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും ലോട്ടറി എടുക്കുന്നവരുടെ വിവരങ്ങൾ കമ്പനി പുറത്തുവിടുകയില്ലല്ലോ എന്നും അതിനാൽ തന്നെ ഇവരെപ്പറ്റി നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്നും ടൈലർ ചോദിക്കുന്നു. എന്നാൽ താൻ വിൻഫോൾ ലോട്ടറിയുടെ വെബ്സൈറ്റ് തന്നെ ഹാക്ക് ആക്കിയിട്ടുണ്ടെന്നും അങ്ങനെ തനിക്ക് എല്ലാ വിൻഫോൾ സ്റ്റോറിലും വിൽക്കുന്ന ലോട്ടറികളുടെ സെയിൽസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും വെറും 2 സ്ഥലത്തു നിന്ന് മാത്രമാണ് കുറേയധികം ടിക്കറ്റുകൾ വിറ്റുപോയതെന്നും അയാൾ പറയുന്നു.
വെറും 2 മെഷീൻ ഉപയോഗിച്ച് ഇത്രയധികം ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ ഏകദേശം ഒരാഴ്ചയോളം എടുക്കുമെന്നും അതിനാൽ തന്നെ ഇപ്പോഴും അവർ ആ മെഷീന്റെ അരികിൽ തന്നെ ഉണ്ടാകുമെന്ന് ടെയ്ലർ മറുപടിയായി പറയുന്നു. ഇതേസമയം ജെറിയും മാർജും ബില്ലിയുടെ കടയിൽ അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് ടെയ്ലറും കൂട്ടുകാരനും കളിയാക്കി ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. തങ്ങളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്ന അവരെ ജെറിക്ക് ഇഷ്ടമാകുന്നില്ല. അതിനാൽ തന്നെ അവരോട് അവിടെ നിന്ന് പോകാൻ ജെറി ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും ടെയ്ലർ അവർക്ക് ഒരു ഓഫർ നൽകുന്നു. വയസ്സാം കാലത്ത് ഇത്രയധികം കഷ്ടപ്പെടേണ്ടതില്ലെന്നും നിങ്ങളുടെ പക്കലുള്ള പണം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഇങ്ങനെ ചെയ്താൽ ലാഭവിഹിതം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുമെന്നും ടെയ്ലർ പറയുന്നു. തൻ്റെ ഗ്രൂപ്പിൽ വളരെയധികം സ്റ്റുഡൻസ് ഉണ്ടെന്നും അവർക്ക് ചെറിയ സമയത്തിനുള്ളിൽ എത്ര വേണമെങ്കിലും ടിക്കറ്റ്സ് പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് മുഴുവൻ ചെക്ക് ചെയ്യാനും സാധിക്കുമെന്നും ടെയ്ലർ പറയുന്നുണ്ട്. എന്നാൽ ജെറി ഇത് വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ടെയ്ലറിന്റെ ഓഫർ നിരസിക്കുന്നു. ഇത് കേട്ടതും ടെയ്ലർ അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ വിൻഫോൾ ലോട്ടറിയുടെ ഹെഡിനെ കാണാനായി പോകുന്നു. റിപ്പോർട്ടർ വിൻഫോൾ ഹെഡിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മിഷിഗനിൽ നിന്നൊരാൾ എല്ലാ മാസവും വലിയ തുക വിജയിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ഞങ്ങൾ സ്കൂളുകളിലും ഓർഫനേജിലുമെല്ലാം ധാരാളം പണം ഡൊണേറ്റ് ചെയ്യാറുണ്ടെന്നും ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് അതൊന്നും എവിടെയും പറയുന്നില്ല എന്നും പക്ഷേ ഒരു ഫാക്ടറി ജോലിക്കാരന് കുറച്ച് പണം ലഭിച്ചപ്പോൾ അയാളുടെ പുറകെ പോകുന്നുവെന്നും ലോട്ടറി ഹെഡ് റിപ്പോർട്ടറിനെ കളിയാക്കി പറയുന്നു. ഒരു ദിവസം ജെറി ഒരു കടയിൽ കോഫി കുടിക്കാനായി പോയപ്പോൾ ടെയ്ലർ ജെറിയെ കാത്തിരിക്കുന്നത് അയാൾ കാണുന്നു. ടെയ്ലറിനെ കണ്ടതും തനിക്ക് എന്താണ് വേണ്ടതെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമില്ല എന്നും പറയുന്നു. എന്നാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരരുതെന്നും അടുത്ത തവണ ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഴപ്പത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് താൻ വന്നതെന്നും ടെയ്ലർ പറയുന്നു. ഞങ്ങൾ ഹാർവേഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് ലോട്ടറി വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വരെ ഞങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ടെയ്ലർ വാൺ ചെയ്യുന്നു. ഈ സമയം ടെയ്ലറിന്റെ ഭീഷണിയിൽ ജെറിക്ക് വഴങ്ങേണ്ടി വരുന്നു. അന്ന് വൈകുന്നേരം ഷെയർ ഹോൾഡർ മീറ്റിംഗിൽ വിൻഫാൾ ലോട്ടറിയിൽ ഉണ്ടായ മാറ്റം കാരണം നമ്മൾ ഇനി ലോട്ടറി വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ജെറി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പിറ്റേന്ന് ടെയ്ലർ തന്റെ കൂട്ടുകാരെ ടൗണിലെ എല്ലാ സ്റ്റോറിലേക്കും ടിക്കറ്റ് വാങ്ങാനായി അയക്കുന്നു. വീട്ടിനുള്ളിൽ വിഷമിച്ചിരിക്കുന്ന ജെറിയോട് താൻ ആദ്യമായിട്ടാണ് ജെറി ഇങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താനാകാതെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നതെന്ന് മാർജ് പറയുന്നു. നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ലെന്നും എന്തായാലും നമുക്ക് ലോട്ടറി എടുക്കാമെന്നും മാർജ് പറയുന്നു. ഇത് കേട്ട് ജെറി പുഞ്ചിരിക്കുന്നു. തുടർന്ന് അവർ ലോട്ടറി എടുക്കാനായി പോകുന്നു. ജെറി വീണ്ടും ലോട്ടറി എടുക്കാൻ പോകുന്നത് കണ്ടെത്തിയ ടെയ്ലർ വളരെയധികം അസ്വസ്ഥനാകുന്നു. 2 ഗ്രൂപ്പ് ഒരു ലോട്ടറിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ ലോട്ടറി വിജയിക്കാനുള്ള സാധ്യത വീണ്ടും കുറയുമെന്ന് ടെയ്ലറിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ ടെയ്ലർ പുതിയൊരു പ്ലാൻ ജെറിക്കെതിരെയായി ഉണ്ടാക്കുന്നു. $2 മില്യൺ ടിക്കറ്റ്സ് ഫില്ലാകുമ്പോഴല്ലേ റോൾ ഡൗൺ ഉണ്ടാകുന്നതെന്നും ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണയായി ഒരു മാസത്തിന്റെ അവസാനമാണെന്നും ജെറി ടിക്കറ്റുകൾ വാങ്ങുന്നത് അതിന് കുറച്ച് മുമ്പാണെന്നും ടെയ്ലർ പറയുന്നു. അതായത് മാസത്തിലെ അവസാന ആഴ്ച നമ്മൾ വിൻഫോൾ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുള്ളതിനാൽ എത്ര ടിക്കറ്റ്സ് വിറ്റുപോയെന്ന് നമുക്കറിയാൻ സാധിക്കുമെന്നും എപ്പോൾ 1 മില്യൺ ടിക്കറ്റ് വിറ്റുപോകുന്നോ അപ്പോൾ തന്നെ ബാക്കിയുള്ള 1 മില്യൺ ടിക്കറ്റ് നമുക്ക് വാങ്ങാമെന്നും ഇങ്ങനെ ചെയ്താൽ ജെറിക്ക് ടിക്കറ്റ് വാങ്ങാൻ സാധിക്കുകയില്ലെന്നും ടെയ്ലർ പറയുന്നു. എന്നാൽ 1 മില്യൺ ടിക്കറ്റ് വാങ്ങാനുള്ള പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ടെയ്ലറിന്റെ ഫ്രണ്ട് ചോദിക്കുന്നു. ടെയ്ലർ അടുത്ത ദിവസം തന്റെ അച്ഛന്റെ സുഹൃത്തുക്കളായ കുറച്ച് ബിസിനസ്സുകാരെയും വക്കീലിനെയും കാണുന്നു. അവരോട് വിൻഫോൾ ലോട്ടറിയുടെ കാര്യം നന്നായി ടെയ്ലർ വിശദീകരിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ കുറേയധികം പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം ടെയ്ലർ തന്റെ സുഹൃത്തുക്കളെ പല സ്ഥലത്തേക്ക് ടിക്കറ്റ് പ്രിന്റ് ചെയ്യാനായി അയക്കുന്നു. ജെറിയെക്കാട്ടിലും കേമനാണ് താനെന്ന് തെളിയിക്കാൻ ജെറി എടുക്കുന്നതിലും വലിയ റിസ്ക് ടെയ്ലർ എടുക്കുന്നു. ആർക്കെങ്കിലും ജാക്ക്പോട്ട് അടിക്കുകയാണെങ്കിൽ റോൾ ഡൗൺ നടക്കില്ല എന്നും ഇൻവെസ്റ്റേഴ്സ് തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും ടെയ്ലറിന് അറിയാമായിരുന്നു. ഇതേസമയം മറ്റൊരിടത്ത് റോൾ ഡൗൺ ഇപ്രാവശ്യം 2 ആഴ്ചയിൽ തന്നെ നടക്കാൻ പോകുന്നുവെന്ന് ബില്ലി ജെറിയോട് പറയുന്നു. ടെയ്ലറും ഫ്രണ്ട്സും ചേർന്ന് എല്ലാ ടിക്കറ്റ്സും വാങ്ങി റോൾ ഡൗൺ നേരത്തെ നടത്താൻ പോവുകയാണെന്ന് ജെറിക്ക് മനസ്സിലായി. അതുപോലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതുകൊണ്ട് എത്ര ലോട്ടറി വിറ്റുപോയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും ജെറിക്ക് മനസ്സിലാകുന്നു. ജെറി ഉടൻ തന്നെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. ജെറിയെ കണ്ടതും തന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് ടെയ്ലർ ജെറിയെ കളിയാക്കുന്നു. നിങ്ങൾക്ക് ഇത്തവണ ടിക്കറ്റ് വാങ്ങാൻ സാധിക്കുകയില്ലെന്നും ഞങ്ങൾ ഓൾറെഡി വിജയികളായിട്ടുണ്ടെന്നും ടെയ്ലർ പറയുന്നു. ജെറി എന്നാൽ ഇത് കാര്യമാക്കുന്നില്ല. ജെറിയുടെ മനസ്സിൽ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. താൻ റിട്ടയർ ആയിട്ടുള്ള ഒരു വൃദ്ധനാണെന്നും തനിക്ക് മറ്റൊന്നും ഇനി ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ലോട്ടറി വാങ്ങുന്നതെന്നും ജെറി പറയുന്നു. എന്നാൽ ഇവർ രാജ്യത്തെ തന്നെ ഇത്രയും പ്രസിദ്ധമായ കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ലേ എന്നും അതിനാൽ തന്നെ ഈ കുട്ടികൾക്കും ലോട്ടറിയിൽ നിന്നുള്ള ലാഭം വീതിച്ചു കൊടുക്കണമെന്നും ടെയ്ലറിനോട് ജെറി പറയുന്നു. ഇങ്ങനെ പോയാൽ ഇവരെ നീ ഭാവിയിൽ എങ്ങനെ സഹായിക്കുമെന്നും ജെറി കൂട്ടിച്ചേർത്തു. ഇവരുടെ കയ്യിൽ ആകെയുള്ള സമ്പത്ത് അവരുടെ വിദ്യാഭ്യാസമാണ്. ഇങ്ങനെ പോയാൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ സാധിക്കുകയില്ലെന്നും ജെറി പറയുന്നു. ഇത്രയും പറഞ്ഞ് ജെറി അവിടെ നിന്ന് പോകുന്നു. ജെറിയുടെ വാക്കുകൾ കുട്ടികളെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവിടെ നിന്ന് പോയ ജെറി സ്റ്റീവിനോട് സംസാരിക്കാനായി പോകുന്നു. സ്റ്റീവിനോട് സംസാരിച്ച ജെറിക്ക് ഒരു ഐഡിയ തോന്നുന്നു. പിന്നീട് ജെറിയും മാർജും ചേർന്ന് വിൻഫാൾ ലോട്ടറിയുടെ ഹെഡിനെ കാണാനായി പോകുന്നു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ ലോട്ടറി വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അവരുടെ താല്പര്യത്തിന് റോൾ ഡൗൺ ഇവന്റ് ഉണ്ടാക്കുന്നുവെന്ന് ജെറി അധികാരികളോട് പറയുന്നു.
അതിനാൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ വിജയിക്കാനായി ലോട്ടറിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ലോട്ടറി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ജെറി ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും അധികാരികൾ അതിന് സമ്മതിക്കുന്നു. എല്ലാവർക്കും ഇനി ലോട്ടറി ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ടൈലർ അസ്വസ്ഥനാകുന്നു. എന്നാൽ ഇപ്പോഴും തനിക്ക് ജെറിയെ തോൽപ്പിക്കണമെന്ന വാശിയിലാണ് ടൈലർ. അതുകൊണ്ട് തന്നെ ആദ്യം ലോട്ടറി എടുത്ത രീതിയിൽ തന്നെ ലോട്ടറി എടുക്കാൻ ടൈലർ തീരുമാനിക്കുന്നു. എന്നാൽ ടൈലറിന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ഇനി തങ്ങൾ ടൈലറിനെ സപ്പോർട്ട് ചെയ്യുകയില്ല എന്നും മാതാപിതാക്കൾ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി നന്നായി പൂർത്തിയാക്കണമെന്നും പറയുന്നു. ഇതും ടൈലറിനെ വളരെയധികം അസ്വസ്ഥനാക്കുന്നു. ജെറി ഒരിക്കലും തനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് ടൈലറിന് മനസ്സിലാകുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരിടത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടർക്ക് ജെറിയെ പറ്റിയും ടൈലറിനെ പറ്റിയുമുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു. അതായത് എത്ര തവണ ഇരുവരും ലോട്ടറിയിൽ വിജയിച്ചിട്ടുണ്ടെന്നും അതുപോലെ ഇരുവരും എത്ര പണം സമ്പാദിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച റിപ്പോർട്ടർ ഒരിക്കൽ ജെറിയെ കാണാനായി ജെറിയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ റിപ്പോർട്ടർ ജെറി ഇങ്ങനെ പണം സമ്പാദിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല എന്നും ജെറിയുടെ ടൗണിലുള്ള എല്ലാവർക്കും വേണ്ടിയാണെന്നും മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയ റിപ്പോർട്ടർ തിരികെ ഓഫീസിലെത്തി എഡിറ്ററിനെ കാണുന്നു. ജെറിയുടെ വീട്ടിൽ കണ്ടതും റിപ്പോർട്ടർ മനസ്സിലാക്കിയ കാര്യങ്ങളുമെല്ലാം എഡിറ്ററിനോട് വിവരിക്കുന്നു. എന്നാൽ ന്യൂസ് പബ്ലിഷ് ചെയ്യണമെന്ന് തന്നെ എഡിറ്റർ ഉറച്ചു നിൽക്കുന്നു. അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ജെറിയുടെയും ടൈലറിന്റെയും വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ചു വരുന്നു. ഇത് കണ്ട ലോട്ടറിയുടെ അധികാരികൾ നടപടിയെടുക്കുന്നു. അന്നേ ദിവസം ലോട്ടറി എടുക്കാനായി പോയ ജെറിക്കും മാർജിനും ബില്ലി ന്യൂസ് പേപ്പർ കാണിച്ചു കൊടുക്കുന്നു. ജെറിയും ടൈലറും ലോട്ടറി എടുത്തിരുന്ന ഷോപ്പുകളുടെ ലൈസൻസ് ലോട്ടറി അധികാരികൾ ക്യാൻസൽ ചെയ്തുവെന്നും ബില്ലി പറയുന്നു. ഇതേ സമയം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ടൈലറിന്റെ അച്ഛൻ കടന്നു വരുന്നു. തന്റെ കയ്യിൽ കരുതിയ ന്യൂസ് പേപ്പർ ടൈലറിനെ കാണിച്ചിട്ട് നീ ഇവിടെ പഠിച്ചത് മതി എന്ന് പറയുന്നു. ടൈലറിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് ഉടൻ തന്നെ പോകണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റൊരിടത്ത് മാർജും മകളും ചേർന്ന് വീട്ടിലിരുന്ന് ന്യൂസ് കാണുന്നു. ന്യൂസിൽ വിൻഫോൾ കമ്പനി പഴയ സിസ്റ്റം മാറ്റി പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ ഇന്നത്തെ റോൾ ഡൗൺ ആയിരിക്കും ലാസ്റ്റ് റോൾ ഡൗൺ എന്നും ന്യൂസിൽ പറയുന്നുണ്ട്. പുറത്ത് വിഷമിച്ചു നിൽക്കുന്ന ജെറിയെ മാർജ് ശ്രദ്ധിക്കുന്നു. ജെറിയെ സംബന്ധിച്ചിടത്തോളം ഇത് പണമുണ്ടാക്കാനുള്ള ഒരു ഗെയിം മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ കഴിവിലൂടെ നാട്ടുകാരെ സഹായിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ജെറിക്ക് ഒന്നിനും സാധിക്കുന്നില്ല. അപ്പോഴേക്കും സ്റ്റീവ് അങ്ങോട്ടേക്ക് എത്തുന്നു. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ജെറിയെ കാണാനായി കാത്തിരിക്കുന്നുവെന്നും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നതെന്നും പറയുന്നു. ഉടൻ തന്നെ ജെറിയും മാർജും സ്റ്റീവിന്റെ കൂടെ പോകുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഒന്നും ഭയക്കേണ്ടതില്ലെന്നും നമ്മൾ നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നും ജെറി പറയുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ജെറിക്ക് വേണ്ടി അവർ ഒരു വലിയ പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ജെറിയെ കൈയടിച്ചുകൊണ്ട് അവർ വരവേൽക്കുന്നു. ഇത് ജെറിയെ വളരെയധികം സന്തോഷമാക്കുന്നു. ന്യൂസ് പേപ്പറിൽ ന്യൂസ് വന്നതുകൊണ്ട് തന്നെ ജെറിയും മാർജും ഇത്തവണ ലോട്ടറി വാങ്ങിയിരുന്നില്ല. ബില്ലിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ചേർന്ന് വലിയ അളവിൽ നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നായി ലോട്ടറി വാങ്ങിയിരിക്കുന്നു. ഇത് കണ്ടതും തങ്ങൾക്ക് അവസാനമായി ഒരു പ്രാവശ്യം കൂടെ ലോട്ടറി നറുക്കെടുപ്പിൽ പങ്കെടുക്കാമല്ലോ എന്നോർത്ത് ജെറിക്കും മാർജിനും വളരെയധികം സന്തോഷമാകുന്നു. അതിനുശേഷം എല്ലാവരും ചേർന്ന് പാർട്ടിയിൽ നൃത്തം വെക്കുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.